വെൽക്കം ടു ദ ചാനൽ. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ നോഷൻ്റെ ഒരു ഫങ്ഷണാലിറ്റീസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഇതിൻ്റെ എക്സ്തെറ്റിക്കൽ അപ്പിയറൻസ് കുറച്ചുകൂടെ കൂട്ടാന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിഡ്ജറ്റുകൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നോഷൻ വിഡ്ജറ്റുകൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഫോണിലൊക്കെ വിഡ്ജറ്റ് നിങ്ങൾ കാണാറുണ്ട്. ക്ലോക്ക്, അതുപോലെ ചെറിയ ഇപ്പോൾ കലണ്ടർ ആപ്പിൻ്റെ ഒരു ചെറിയൊരു നിങ്ങൾക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വാൾപേപ്പറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ഇതേപോലെയുള്ള ചില വിഡ്ജറ്റുകൾ നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം, വിച്ച് ഇസ് മോർ യൂസ്ഫുൾ. സോ അതിനായിട്ട് ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് indify.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. indify.com. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ട, നിങ്ങൾ എഴുതിയെടുക്കേണ്ട കാര്യമില്ല. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇവിടെ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ID കൊടുത്ത് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഫ്രീ ആണ്, നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ ഫ്രീ വേർഷൻസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതെന്ന് പറയുന്നൊരു ഇൻട്രസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് വിഡ്ജറ്റുകളുണ്ട്. ഇവിടെ എക്സ്പ്ലോർ വിഡ്ജറ്റുകളിൽ വന്നു കഴിഞ്ഞാൽ കുറേ വിഡ്ജറ്റുകളാണ്. ബട്ടൺസ്, ക്ലോക്ക്, കൗണ്ട് ഡൗൺ, അങ്ങനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ഈവൻ ഗൂഗിൾ കലണ്ടർ, ഇമേജ് ഗാലറി. സോ ലൈഫ് പ്രോഗ്രസ് ബാർ നമുക്ക് വെച്ചിട്ട് നമുക്കൊന്ന് വിഡ്ജറ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ വിഡ്ജറ്റിന് ഒരു പേര് കൊടുക്കണം. തൽക്കാലത്തേക്ക് ഞാൻ മൈ വിഡ്ജറ്റ് എന്ന് കൊടുക്കുകയാണ്. കണ്ടിന്യൂ. സോ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഡ്ജറ്റുകൾ വേണ്ടത് എന്താണെന്നുള്ള ഒരു സെറ്റപ്പ്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വിഡ്ജറ്റുകൾക്ക് എന്ത് വേണം ഡേറ്റ എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. റൈറ്റ് സൈഡിലാണെങ്കിൽ വിഡ്ജറ്റുകളാണ്. സോ ഞാനിവിടെ ആണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബർത്ത്ഡേ വെച്ചിട്ടൊരു ലൈഫ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ഒരു പ്രോഗ്രസ് ബാർ ആയിട്ട് കാണിക്കും. സോ ഞാനാണെങ്കിൽ ഒരു റാൻഡം ബർത്ത്ഡേ കൊടുക്കാൻ ഞാൻ ഒറിജിനൽ കൊടുക്കുന്നില്ല. 1/1/1990. ഓക്കെ, ഇതാണ്. ഇതിനകത്ത് നമുക്കിപ്പോൾ എല്ലാം വേണമെന്നില്ല. നമുക്കിപ്പോൾ ഉദാഹരണത്തിനൊരു ലൈഫ് വീക്ക് എത്ര ബാക്കിയുണ്ട് എന്നുള്ള രീതിയിൽ ഒരു എക്സ്പെക്റ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 80 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇയർ ഞാൻ ഓഫ് ചെയ്യുകയാണ്, മന്ത് ഓഫ് ചെയ്യുകയാണ്, ഡേ ഓഫ് ചെയ്യുകയാണ്, ക്വാർട്ടർ ഓഫ് ചെയ്യുകയാണ്, ലൈഫ് ഓഫ് ചെയ്യുകയാണ്. വീക്ക് മാത്രം ഇവിടെ ആക്ടിവേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇൻറ്റീജർ ഇതൊക്കെ അതങ്ങനെ തന്നെ കിടക്കട്ടെ. ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. സോ ലെറ്റ്സ് കം ബാക്ക് ടു റൈറ്റ് സൈഡ്. ഇതാണ് വീക്കായിട്ട് നമുക്ക് കാണിക്കുന്നത്. മേ ബി ലൈഫ് എന്നും കൂടെ പറയുന്ന മൊത്തത്തിലും കൂടെ ഒരെണ്ണം കൊടുക്കാം. ഓക്കെ, ലൈഫ് ഞാൻ കൊടുത്തു. അപ്പോൾ 2 പ്രോഗ്രസ് ബാറുകൾ ഇവിടെ വരും. ഇത് നിങ്ങൾക്ക് ഫീലിംഗ് ഇറ്റ്സ് ഓക്കെ എന്നാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പി ലിങ്ക് ആൻഡ് ദെൻ പേസ്റ്റ് ഇൻ നോഷൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. വളരെ താഴെയാണ്. ഓക്കെ, അത് ഞാൻ കോപ്പി ചെയ്തിരിക്കുകയാണ്. കോപ്പി ചെയ്തത് തിരിച്ച് നോഷനിലേക്ക് പോയിട്ട് ഇനി എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഞാൻ പാര എന്നതിന് താഴെയാണ് എനിക്ക് പേസ്റ്റ് ചെയ്യണമെന്ന് വെച്ചോ. ഞാനിവിടെ Ctrl+V പേസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരും. ക്രിയേറ്റ് ബുക്ക് മാർക്ക് ഡിസൈൻ. ക്രിയേറ്റ് എംബഡഡിൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ലോഡ് ചെയ്യുകയാണ്. സീ ദ മാജിക്. നിങ്ങളുടെ ലൈഫ് ഇപ്പം ഒരു പ്രോഗ്രസ് ബാറിൽ ഇവിടെ കാണിച്ചു റീസൈസ് ചെയ്യാൻ. ഞാൻ ഈ കാലത്തേക്ക് റീസൈസ് ചെയ്ത് വെച്ചിരിക്കും. സോ 50% ഓഫ് വീക്കാണ് സ്പെൻഡ് ചെയ്യാനുള്ളത്. 43% ഓൾറെഡി കംപ്ലീറ്റഡ് എന്നുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്യേണ്ടതാണ് കാണിച്ചത്. ഇതൊരു വേ. ഇനി ഇൻഡിഫൈയിൽ നിങ്ങളിപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പുതിയ ഓപ്ഷൻസ് കാണാം. നിങ്ങൾക്കത് ഇതേപോലെ കോപ്പി പേസ്റ്റ് ആണ്. മെയിൻലി അതിൻ്റെ ലിങ്ക് എടുക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗൂഗിൾ കലണ്ടർ പേസ്റ്റ് ചെയ്യാം, അങ്ങനെ കോഡ്സ് പേസ്റ്റ് ചെയ്യാം. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഡാഷ്ബോർഡിൽ കോഡ്സ് വരുന്നത്, നോക്കാം. പക്ഷേ ഈ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്താൽ അതിൽ നിന്ന് കോഡ്സ് പിക്ക് ചെയ്ത് കാണിക്കുന്നുള്ളതാണ്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതിനകത്ത് അത്ര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും വേറെ ഓപ്ഷൻ. ഇൻഡിഫൈ മാത്രമല്ല, നമ്മൾ പോവുകയാണെങ്കിൽ ഇത് എന്ന് പറയുന്നത് action.com എന്നാണ്. action.com സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ക്ലോക്ക് ഉണ്ട്. ഞാൻ ഫ്ലിപ്പ് ക്ലോക്ക് നിങ്ങളെ കാണിച്ചു തരും. ക്ലോക്ക് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് എനിക്ക് സൈൻ ഇൻ ഒന്നും ചെയ്യേണ്ട ഫ്രീ ലൈവ് വീഡിയോ. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്തൊക്കെ കൂടുതൽ അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അക്കൗണ്ട് എടുക്കേണ്ടി വരും. ഓക്കെ, ഞാനിത് ഇങ്ങോട്ട് വന്ന് താഴോട്ടൊരു ഫ്ലിപ്പ് ക്ലോക്ക് കൊടുക്കുകയാണ്. സെയിം വേ Ctrl+V ഞാൻ V കൊടുക്കുകയാണ്. Ctrl+V കൊടുത്തിട്ട് വർക്ക് ചെയ്തില്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Ctrl+V കൊടുക്കുമ്പോൾ സാധാരണ ഇവിടെ ഈ ഒരു സൈഡിലാണെങ്കിൽ എംബഡഡ് എന്നും പറഞ്ഞ് വരേണ്ടതാണ്. അങ്ങനെ വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഡിലീറ്റ് ചെയ്യുക. ചെയ്തിട്ട് സ്ലാഷ് അടിച്ച് എംബഡഡിന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എംബഡഡ് കാണാം. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മേലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്യും. ആ ലിങ്ക് പേസ്റ്റ് ചെയ്ത് എംബഡ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വന്നിട്ടുണ്ട്. അത് ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡേറ്റ. കണ്ടോ,
ക്ലോക്ക് വന്നിട്ട് ഡാർക്ക് ലൈറ്റ് മോഡൊക്കെ ആക്കാൻ പറ്റും നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്. സോ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ക്ലോക്ക് 11:28 ആണ്, ടൈമൊക്കെ കറക്റ്റാണ്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ ഇൻട്രസ്റ്റിംഗ്, ഇതിന് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. പ്രൊമഡോറോ ഉണ്ട്. പ്രൊമഡോറോ ടെക്നിക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ഇൻ്റർവൽ ടൈം ഫോക്കസ് ചെയ്ത് ഇപ്പോൾ 20-25 മിനിറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ഫോക്കസ് മിനിറ്റ് എടുക്കുക, 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് ബ്രേക്ക്, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അത് ആ പ്രൊമഡോറോ അതിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഓൺ ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പരിപാടികൾ. പിന്നെ വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, നോഷനിൽ ഡ്രോയിങ് കേപ്പബിലിറ്റി ഇല്ല, വൈറ്റ് ബോർഡ് ആഡ് ചെയ്യാം. അങ്ങനെയുള്ള കുറേ ഇവിടെയുണ്ട്. എന്താ പറയുന്നത്, നമ്മൾ മുമ്പ് നോക്കി ലൈഫ് കലണ്ടർ ഉണ്ട്, എവറിഡേ കോട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെയും കോട്ട് ഇത് ചെയ്യാം. ഇതാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം കണക്റ്റഡ് അല്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഈ വിഡ്ജറ്റുകൾ വരും. വളരെ സിമ്പിളാണ്. ഐദർ കോപ്പി പേസ്റ്റ് ചെയ്യുക, എംബഡഡ് നിൽക്കുക, അതല്ലെങ്കിൽ എംബഡഡ് പോയിട്ട്. ഇനി വേറൊരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അഡീഷണൽ ഒരു ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത് ചാർട്ട് ഉണ്ടാക്കാം ബേസ്ഡ് ഓൺ നമ്മുടെ ഡേറ്റാബേസിൻ്റെ ഡേറ്റ വെച്ചിട്ട്. സോ അതിനായിട്ടാണ് chartbase.so അല്ലെങ്കിൽ നോഷൻ ടു ചാർട്ട്. പണ്ട് ഇതിന് നോഷൻ ടു ചാർട്ട് എന്നായിരുന്നു. ഇപ്പോൾ chartbase.so എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ഇപ്പം ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. chat.base.so ആണ്. ഇവിടെ നമുക്ക് വളരെ ഒരു ഫങ്ഷണാലിറ്റി ആഡ് ചെയ്യാൻ പറ്റും വിഡ്ജറ്റ് വഴി. അതാണ് ചാർട്ട് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ചെന്നിട്ട് ആദ്യം എനിക്കാണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യണം നമ്മുടെ നോഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങളെ കാണിക്കാം. എബിൻഷേഴ്സ് നോഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. എബിൻഷേഴ്സ് നോഷൻ എൻ്റെ നോഷൻ ഒന്നും വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റാബേസ് ഏതാണോ വേണ്ടത് ആ ഡേറ്റാബേസ് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി, വർക്ക് സ്പേസ് കണക്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഈ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ വന്നിട്ട് ഞാൻ കണക്ട് ചെയ്ത ഡേറ്റാബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ എന്ന് പറഞ്ഞ ഈ ഒരു ഡേറ്റാബേസ് ആണ്. ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ ഉള്ളത് കൊണ്ടാണ് ഞാനിത് കണക്ട് ചെയ്തത്. വാല്യൂസും ടേബിൾസും ഉണ്ട്. ഗ്ലാസ്, ബൈഡൻ, സം വാല്യൂ, സം നെയിം. ഇതിൻ്റെ ഒരു ചാർട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ ചാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ചാറ്റ് ബേസിൽ പോവുക, ഡേറ്റാബേസ് കണക്ട് ചെയ്യുക, ഡാഷ്ബോർഡിൽ വന്നിട്ട് ക്രിയേറ്റ് ചാർട്ട് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഏത് ചാർട്ടാണ് വേണ്ടത്, ഞാൻ തൽക്കാലത്തേക്ക് പൈ ചാർട്ട് എടുത്ത് ഏത് ചാർട്ടാണെന്ന് ഇവിടെ വന്നിരിക്കുന്ന ഡേറ്റാബേസ് വാട്ടർ ഓവർവ്യൂ, വാട്ടർ ട്രാക്കർ ആണ്. സോ ഞാൻ വാട്ടർ ട്രാക്കർ സെലക്ട് ചെയ്തു, നെക്സ്റ്റ് അടിച്ചു. ഇനി എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്താണെന്നുള്ളതാണ് സെലക്ട് ചെയ്തത്. ഞാൻ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാണ്. എമൗണ്ട്, നെയിം ഞാൻ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചാർട്ട്. സോ ഇപ്പോൾ ചാർട്ട് ലോഡ് ചെയ്യുകയാണ്. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൈ ചാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഗ്ലാസ് ഉണ്ട്, ബൈഡൻ എത്രയാണ്, അപ്പോൾ ഏറ്റവും കൂടുതൽ ബൈഡൻ ആണ്, ഗ്ലാസിൻ്റെ ഇത്രയും %. ഈ ചാർട്ട് നല്ല ഇതായിട്ട് കാണാൻ പറ്റുന്നത്. നമുക്കാണെങ്കിൽ തിരിച്ച് നമ്മുടെ ഇതിൽ ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ എംബഡഡ് ലിങ്ക് അല്ലെങ്കിൽ കോപ്പി ചെയ്യുക, എംബഡഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താ കാണുന്നത്, ഇവിടെ ഒരു ലിങ്ക് കിട്ടും. ഈ ലിങ്കിനെ നമുക്ക് കോപ്പി ചെയ്യാം. ഇവിടെ ലിങ്ക് കിട്ടും, ആ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തു. ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം അഗെയിൻ വാട്ടർടെക്കിൽ വരിക, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അതേ ഡേറ്റാബേസിലാണ്, ഇതേ മറിച്ച് നമ്മുടെ പാരയിൽ പോയി സെർച്ച് ചെയ്യണമെങ്കിൽ അത് പാര എന്ന് പറയുന്ന ഡേറ്റാബേസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടെ വേണമെങ്കിലും നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഞാനിവിടെ കോപ്പി ചെയ്തപ്പോൾ എന്താ വന്നത്, അതിൽ ഡിസ്മിസ്, ക്രിയേറ്റ് ബുക്ക് മാർക്ക്, ക്രിയേറ്റ് എംബഡഡ്. സോ ഞാൻ ക്രിയേറ്റ് എംബഡ് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് എംബഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് ടൈം എടുക്കും ഫെച്ച് ചെയ്യാം. ഫസ്റ്റ് ടൈം വൺസ് ഇറ്റ് ഫെച്ച്ഡ് യു വിൽ ഗെറ്റ് ബ്യൂട്ടിഫുൾ ചാർട്ട്. ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഫങ്ഷണാലിറ്റിയാണ്, ഇതൊരു ഫങ്ഷണാലിറ്റിയാണ്, ഇതൊരു ലുക്ക് മാത്രമല്ല, ഇത് ഫങ്ഷണാലിറ്റിയാണ്. ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ലൈവായിട്ട് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഞാൻ ഡേറ്റ് ഇട്ട് ഞാൻ ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുത്താൽ ആ ഡേറ്റ ചേഞ്ച് ആവും. ഡേറ്റ ചേഞ്ച് ആയതുകൊണ്ട് ഇപ്പം എന്ന് പറയുന്നത് ഗ്ലാസ് ആണ് കൂടുതൽ ബൈഡറിനേക്കാളും. അത് ബിക്കോസ് ഈ ഒരു വാല്യൂ ഞാൻ ഭയങ്കര ഹൈ ആയിട്ട് ഇട്ട് കൊടുത്തു. നിങ്ങളൊന്ന് ജസ്റ്റ് റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ വാല്യൂ വരും. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് പഴയതുപോലെ ആക്കണമെങ്കിൽ 200 ആയിരുന്നു വാല്യൂ, വന്നതിന് ശേഷം വാല്യൂ മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രഷ് അടിച്ച് നോക്കുക, വന്നു. ഇത് ലൈവ് ആണെന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആണിത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അത് ലുക്ക് മാത്രമല്ല, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പോർഷൻ ഓഫ് ലൈഫ് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഗ്രാഫിൽ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ആൾക്കാരും ഹാബിറ്റ് ട്രാക്കർ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണാറുണ്ട്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്.